ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആനി. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്ക് കാഴ്ചകൾ കാണാം. എനിക്കിന്ന് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ വീട്, അതായത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അർത്തുങ്കലാണ്. ഞാനത് ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജനുവരി 10 മുതൽ 27 വരെയാണ് അർത്തുങ്കൽ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മകരം പെരുന്നാൾ. അർത്തുങ്കൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും, അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരു ആഘോഷം തന്നെയാണ്. ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ തിരക്ക് കുറവായിരിക്കും. രാവിലെ ആകുമ്പോൾ വൈകിട്ടായ നല്ല തിരക്കായിരിക്കും. ഇവിടുത്തെ പഴയ പള്ളി പണിതത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു ചേർന്നാണ്. പണ്ടൊക്കെ ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു മത സൗഹാർദ്ദത്തിൻ്റെ ദേവാലയമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. അർത്തുങ്കൽ കടൽ തീരത്ത് കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പൽ കടൽക്ഷോഭം മൂലം അവിടെ അടുക്കുകയും ജീവൻ രക്ഷപ്പെട്ടതിലുള്ള നേർച്ച പോലെ ഈ രൂപം അടുത്തൊരു പള്ളി സ്ഥാപിച്ച് അവിടെ വെക്കാമെന്ന് നേർച്ച നേരുകയുമാണ് അവിടെയുള്ളവർ ചെയ്തത്. അർത്തുങ്കലിനെ ദൈവാനുഗ്രഹത്തിൻ്റെ അഭയസ്ഥാനമായി വളർത്തിയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വെളുത്തച്ഛൻ എന്നറിയപ്പെടും. ശബരിമലയ്ക്ക് പോയിട്ട് വന്ന് ഒരുപാട് പേര് ഈ പള്ളിയിൽ വന്നിട്ട് മാല ഊരാറുണ്ട്. ജനുവരി 17 മുതൽ 27 തീയതി വരെയാണ് വർഷത്തിൽ 10 ദിവസം പുണ്യാളൻ്റെ രൂപം ദർശനത്തിനായിട്ട് വയ്ക്കുന്നത്. 17 തീയതി 5:30 പള്ളിനട തുറക്കുന്നത്. ആദ്യമായിട്ട് പുണ്യാളനെ കാണാനായിട്ട്, അത് തിരുസ്വരൂപം കാണാനായിട്ട് ഒരുപാട് പേര് ഈ ജനുവരിയുടെ തണുപ്പിനെയൊക്കെ അവഗണിച്ച് ഇവിടെ വന്ന് ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പോയതിന് ശേഷം, അതായത് കല്യാണം കഴിച്ചൊക്കെ പോയതിന് ശേഷം എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുകൂടി ആ ഒരു ദർശനം നേടണമെന്ന്. പക്ഷേ സാധിക്കാറില്ല. പക്ഷെ ഞാൻ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ, പള്ളിയിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് പുണ്യാളുടെ മുൻപിൽ പള്ളിമുറ്റത്ത് നിന്ന് കണ്ണടച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് അമ്പും വില്ലും നേർച്ചയാണ്. ഇതല്ലാതെ തന്നെ ഇവിടെ വീട് തണ്ടി അരിയും മറ്റും നേർച്ചയായിട്ട് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. 25 വീട് അല്ലെങ്കിൽ 50 വീടൊക്കെ വീട് തണ്ടി നേർച്ച കൊണ്ട് കൊടുക്കുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ കുരിശടിയുടെ അടുത്തുനിന്ന് നിരങ്ങി നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ വന്ന് പുണ്യാള രൂപത്തിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ച് എണീക്കുന്ന ഒരു നേർച്ചയുമുണ്ട്. ഇതെല്ലാം പണ്ട് ഒരുപാട് ചെയ്തതാണ്. സ്റ്റീഫൻ ചേട്ടൻ അമ്പുമ്പിലും നേർച്ചയ്ക്ക് എടുക്കാനായിട്ട് നിൽക്കുകയാണ് അവിടെ. ഞാനിപ്രാവശ്യം 100 അരിയുണ്ടായിരുന്നു നേർന്നിരുന്നത്. എനിക്കൊരു വലിയ കാര്യം ഈസി ആയിട്ട് പുണ്യാളൻ സാധിച്ചു തന്നു കേട്ടോ. ചിക്കൻ ബോക്സിൽ നിന്ന് രക്ഷ നേടാൻ, അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പുണ്യാളനോട് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റ് ജാതിയിലുള്ളവരും നേർച്ച നേരുകയും അവരുടെ വീട്ടിൽ നിന്ന് അമ്പുമ്പിലും നേർച്ചയായിട്ട് ഇവിടെ പള്ളിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നൊരു പതിവുണ്ട്. ഇത് അർത്തുങ്കൽ പള്ളിയോട് ചേർന്ന് 2019 പുതിയതായിട്ട് ആശീർവദിച്ച റോസറി പാർക്കാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്.
ഞങ്ങളുടെ കൂടെ ഉള്ളത് എൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനാണ്. എനിക്ക് 2 ചേട്ടന്മാരാണുള്ളത്. അപ്പോൾ സ്റ്റെഫിനും ക്രിസും കൂടി പോയിട്ട് ഒരു മധുരവും പുളിയൊക്കെയുള്ള ഒരു ചെറിയ പാക്കറ്റിലെ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്നു. ക്രിസ് നേരത്തെ കണ്ടുവച്ചാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. പള്ളിമുറ്റത്ത് നിന്ന് കടപ്പുറം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിറയെ കടകളും ഒരുപാട് കാഴ്ചകളും കാണാം. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. കരിമ്പിൻ ജ്യൂസിൻ്റെ കട രാവിലെ ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടാണ് പടിഞ്ഞോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പഠിച്ച സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഹൈസ്കൂൾ. 5 മുതൽ 10 വരെ ഇവിടെയാണ് പഠിച്ചത്. പ്രൈമറി സ്കൂൾ കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലായ സമയത്ത് അമ്മ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. അപ്പോൾ അമ്മയ്ക്കും എനിക്കും ഒന്നിച്ച് പോയാൽ മതിയായിരുന്നു സ്കൂളിലേക്ക്. അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാർക്കൊക്കെ കുറച്ച് തരുമായിരുന്നു. ഒന്നാമത് എനിക്ക് അറിയാവുന്ന വിഷയം അമ്മയുടെ സബ്ജക്റ്റ് ആയിരുന്നു. എന്നിട്ട് എനിക്ക് അമ്മ മാർക്ക് കുറച്ച് തരുമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച എല്ലാ ഫ്രണ്ട്സിനെയും ഇപ്പം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് പെരുന്നാളിന് എനിക്ക് ഒരുപാട് വളയും മാലയും കളിപ്പാട്ടും ഒക്കെ വാങ്ങിത്തരുമായിരുന്നു അച്ഛൻ. ആ കാരണം എന്താണെന്നോ, അച്ഛന് ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയുണ്ടായിരുന്നു ഇവിടെ. അച്ഛൻ്റെ ജോലി സ്ഥലത്തിനടുത്തായിരുന്നു അയാളുടെ നാട്. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രത്യേക സ്നേഹമൊക്കെയാണല്ലോ. അപ്പോൾ അവരുടെ കടയ്ക്ക് വേണ്ടി മുളയും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു. എനിക്കും കൊച്ചേട്ടനും കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ പള്ളിയിൽ നിന്ന് പെരുന്നാളിൻ്റെ സമയത്ത് വാങ്ങിക്കുന്നതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ്. പണ്ടിവിടെ മൃഗശാലയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് തൊട്ടിയാട്ടം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പെറ്റ് ഷോ ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. സ്റ്റെഫിനും ക്രിസും ഓസ്റ്റിനും ഒക്കെ അവിടെ പോയി. നല്ല അടിപൊളിയായിരുന്നു. അവർക്ക് ഒത്തിരി ക്യാറ്റും ചെറിയ പപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. പെരുന്നാളിന് എല്ലാ തവണത്തെയും പോലെ ഇപ്രാവശ്യത്തെ ആകർഷണം നേഴ്സറി തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടികളും പൂക്കളും. അതുകൊണ്ടായിരിക്കും ഞാൻ നേഴ്സറിയുടെ മുന്നിൽ വന്നപ്പോൾ അറിയാതെ നിന്ന് പോയത്. അപ്പോൾ നേഴ്സറിക്കാരനോട് ഞാൻ പെർമിഷൻ ചോദിച്ചു, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുവാണ്. പൂക്കളുടെ ഭംഗി കാണാൻ എന്ത് രസമാണല്ലേ. ഇത് മണ്ണൂത്തിലെ നഴ്സറിക്കാരാണ്. പക്ഷേ അവരുടെ ഫോൺ നമ്പറൊന്നും നെറ്റിൽ കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം പറഞ്ഞത് ഇപ്പോൾ ഒരു പേരയുടെ തൈക്ക് വേണ്ടി അവരുടെ കോൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് എത്തിച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ബോൺസായി രൂപത്തിലുള്ള അഡീനിയം പല നിറങ്ങളിലുണ്ട്. ഇതിന് വലിയ പരിചരണമൊന്നുമില്ല. നമ്മുടെ കൃഷിരീതിയാണെങ്കിലും വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൃഷിലോകം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണുക. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകളുണ്ട്. അതിൻ്റെ എല്ലാം ധാരാളം വിത്തുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേര് അരുതെന്നാണ്. സർവ്വരോഗ സംഹാരി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചെറിയ കുട്ടികളെ ഞെട്ടിക്കരയുന്നതിന് ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ നമ്മളൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നാൽ ആ എണ്ണ ഒരൽപ്പം എടുത്ത് കൈകാലുകളിൽ ജോയിൻസിലൊക്കെ പുരട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങും. അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. കരച്ചിലൊന്നും ഉണ്ടാവില്ല. അരുതയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അരുത കെയർ ചെയ്യുമ്പോൾ അക്കാര്യമാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം. അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. വളരെ വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലത്താണ് അരുത വളരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ കഴുകിയ വെള്ളം അതുപോലുള്ള കാര്യങ്ങളൊന്നും അരുതയ്ക്ക് ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ പാത്രം കഴുകിയ വേസ്റ്റ് വെള്ളം അതൊന്നും ഒഴിക്കരുതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പുതിനയാണ് കേട്ടോ. അതേപോലെ തന്നെ ബോൺസായി ആയിട്ട് വളർത്താവുന്ന കറിവേപ്പ് ഇവിടെ ഉണ്ട്. റെഡ് ലേഡി പപ്പയയുടെ തൈകൾ. ഇത് ചെടിമുരിങ്ങയാണ്. ചെടിമുരിങ്ങ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ വളർത്താവുന്ന മുരിങ്ങയാണ്. പിന്നെ നമ്മുടെ ഔഷധ സസ്യം തന്നെയായ ആര്യവേപ്പ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. ഒരു പേരയ്ക്ക തന്നെ 1 കിലോ ഉണ്ടാകും. അതുപോലെ ഇത് തേൻവരിക്ക, പ്ലാവ്, ഇങ്ങനെ എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോരുവാണ്. നമുക്ക് ഒരുപാട് സാധനം വാങ്ങാൻ കാണും. പക്ഷെ നമുക്ക് എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. മൺചട്ടി ഒരുപാട് ഇവിടെ പെരുന്നാൾ സമയത്ത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാണാറുണ്ട്.
ഇവിടെ അത്യാവശ്യത്തിന് മൺചട്ടിയൊക്കെ വീട്ടിലുണ്ട്. എന്നാൽ തന്നെയും മൺചട്ടി എത്ര കണ്ടാലും മതിയാവില്ല. അതിനോടൊരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ കൂടുതൽ കുക്ക് ചെയ്യുന്നത് സ്റ്റീലിലും നോൺ സ്റ്റിക്കിലും ഒക്കെയാണ്. കാരണം ഗ്യാസ് കൂടുതലാവുമല്ലോ മൺചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ. എന്നാലും മീൻകറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് മൺചട്ടി തന്നെയാണ് ഇഷ്ടം. എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം ഇവിടുത്തെ കടകളുടെ പുതുമയേറിയ പേരുകളാണ്. നമ്മൾ ആരെയും ആകർഷിക്കാൻ പോകുന്ന പ്രത്യേകതരം പേരുകളാണ്. കസ്റ്റമറിനെ ആകർഷിക്കാനായിട്ട് അവരുടെ ടെക്നിക്കാണിത്. ഞങ്ങളിപ്പോൾ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെഫിനും ക്രിസും കൂടി കുറച്ച് മുളക് ബജി വാങ്ങിക്കുവാണ്. മുളക് ബജി, കോളിഫ്ലവർ ബജി ഇതൊക്കെ ഇവിടെ കിട്ടും. എനിക്ക് മുളക് ബജിയേക്കാളും ഇഷ്ടം കോളിഫ്ലവർ ബജിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒന്ന് തന്നെയാണിത്. പിടിച്ചോട്ടോ ചെരുപ്പ് പിന്നെ എന്തിനാ സ്റ്റെഫിൻ ഇവിടെ കയറി
പിച്ചി ഡ്രസ്സ് കാണിക്കില്ല ഏട്ടാ, ഡ്രസ്സ് കാണിക്കില്ലേ? ഷെഫിൻ വെള്ളം വരുമ്പോ ഇങ്ങോട്ട് കയറ്, വെള്ളം വരുമ്പോ ഇങ്ങോട്ട് കയറ്. ഇത് ക്രിസ് ഓടറാ, എന്റെ ക്രിസ് ഓട്. ക്രിസ് ഇങ്ങോട്ട് പോരെ, എടാ ഇങ്ങോട്ട് പോരടാ ഷെഫിനെ. അതൊന്നും എനിക്ക് കിട്ടിയല്ല കേട്ടോ, അതൊന്നും കിട്ടിയല്ല ഇനി പ്രേഡ്സില്. ക്രിസേ ഇങ്ങോട്ട് പോരെ, ക്രിസേ. ആ ഇത് അമ്മ കാണും ഉറപ്പായിട്ട് കേട്ടോ. എടാ മോനെ വാ. അങ്ങനെ ഓടിക്കാം, അയ്യോ എന്റെ അരിപ്പ് പോയി. ഇതിലേ പോണം, എന്നെ ഡ്രസ് മേടിക്കും മോനെ. എനിക്ക് കടൽ കാണാൻ വലിയ ഇഷ്ടമാണ്, പക്ഷേ വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയാണ്. ഞാൻ കുറച്ച് സമയത്തേക്ക് സകല ദൈവങ്ങളെയും വിളിച്ചാണ് ഈ കടപ്പുറത്ത് നിന്നത്. കടപ്പുറത്തുനിന്ന് നേരെ കയറിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കുകയാണ് ചെയ്തത്. പിള്ളേരുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു പോയായിരുന്നു. ഞങ്ങൾ രാവിലെ പോയിട്ട് ഉച്ചകഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ പോരണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് അഡീഷണൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതൊരു ഗെയിമാണ് കേട്ടോ. ബോൾ എറിഞ്ഞ് വീഴ്ത്തുന്ന നമ്പറുകളൊക്കെ കൂടി കൂട്ടുമ്പോൾ ഇതെന്തോ 5-6 ബോൾ നമുക്ക് എറിയാൻ കിട്ടും. ബോളിന് എത്ര നമ്പർ കിട്ടണം? 6 നോട്ട് അവര് പറഞ്ഞ 6-6-36. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യയുടെ അവിടെ വെച്ചിട്ട് കറക്റ്റ് വിട്ടണം കേട്ടോ. ഏറിയത് അതൊക്കെ വിടണം. പതിനാറ് 17 മുകളിൽ വരണം, 18 വരണം. ഞങ്ങൾ തിരിച്ച് പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇനി കരിമ്പ് ജ്യൂസ് കുടിക്കണം, അതുപോലെ പോപ്കോൺ വാങ്ങിക്കണം.
ഇന്നത്തെ എൻ്റെ പെരുന്നാൾ വ്ളോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലും പാർട്ട് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് നിങ്ങൾ എനിക്കൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു തരണം. എന്നാലേ അടുത്ത വീഡിയോ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആഘോഷിച്ചു രണ്ടാളും കൂടി പോകാനായിരുന്നോന്ന് പറഞ്ഞാൽ പിന്നെ ഷെഫിനും ക്രീസും കൂടിയാണ് പോയി.